കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനും പോലീസിനും മുഖത്തേറ്റ പ്രഹരമായി ഒരു കോടതി വിധി വന്നിരുന്നു. KSU നേതാക്കൾക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി തുറന്നു കാണിച്ചത് പോലീസിന്റെ അതിക്രമങ്ങളും ആഭ്യന്തര വകുപ്പിന്റെ ദയനീയ പരാജയവുമാണ്. ഈ സംഭവ വികാസങ്ങൾ നമ്മുടെ ഭരണ സംവിധാനത്തെക്കുറിച്ച് ഗുരുതരമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സംഭവം ഇങ്ങനെയാണ്. KSU SFI സംഘർഷത്തെ തുടർന്ന് അറസ്റ്റിലായ 3 KSU നേതാക്കളെ ഭീകരവാദികളെ പോലെയാണ് വടക്കാഞ്ചേരി പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. കറുത്ത മുഖംമൂടി ധരിപ്പിച്ചും കയ്യാമം വെച്ചും നേതാക്കളെ കൊണ്ടുപോയ നടപടി പോലീസിന്റെ നെറികെട്ട സമീപനത്തെയാണ് തുറന്നു കാട്ടുന്നത്. ഇതിനെതിരെ KSU നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിന് ശേഷം സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവർ അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവിടെയാണ് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾ ഓരോന്നായി പുറത്തുവരുന്നത്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം വൈകുന്നേരം 7:30 കോടതിക്ക് സമീപം എത്തിച്ച നേതാക്കളെ രാത്രി 11:30 വരെ ഗ്രൗണ്ടിൽ നിർത്തിച്ചു. 4 മണിക്കൂറിലധികം നീണ്ട ഈ നടപടി നീതി നിഷേധമാണ്. പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനോ SHO സ്ഥലത്തെത്തുന്നതിനോ ഒരു താല്പര്യവും കാണിച്ചില്ല. മാത്രമല്ല, ഒരു കയർ മുറിച്ചതിന് 10,000 രൂപയും ഒരു ബാരിക്കേഡ് വീണതിന് 7,000 രൂപയും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോലീസിന്റെ റിപ്പോർട്ട് പരിഹാസ്യപരമായി കാണാൻ സാധിക്കും. പോലീസിന്റെ ഈ ദുർനടപടികളിൽ മജിസ്ട്രേറ്റ് അതൃപ്തി അറിയിച്ചതായി അഭിഭാഷകർ പറയുന്നു. ഇത് പോലീസിന്റെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കോടതിയുടെ നിലപാടാണ് വ്യക്തമാക്കുന്നത്. ഭരണപക്ഷത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പോലീസ് നിയമം കയ്യിലെടുക്കുമ്പോൾ അത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കഴിവുകേടിലേക്കും രാഷ്ട്രീയ പക്ഷപാതത്തിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ കോടതി വിധി വെറും ഒരു ജാമ്യത്തിൽ ഒതുങ്ങുന്നതല്ല. ഇത് കേരള പോലീസിന്റെ ഏകപക്ഷീയമായ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ആഭ്യന്തര വകുപ്പിന്റെ നിഷ്ക്രിയത്വത്തിനുമുള്ള ശക്തമായ താക്കീതാണ്. കേരളം ഭരിക്കുന്നത് ജനകീയ സർക്കാരാണോ അതോ പോലീസ് രാജാക്കന്മാരാണോ എന്ന ചോദ്യമാണ് ഈ സംഭവത്തിലൂടെ ഉയർത്തിക്കാട്ടപ്പെടുന്നത്. ജനാധിപത്യത്തിൽ ഭരണകൂടത്തിന്റെ ഓരോ നീക്കവും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കണം, അല്ലാതെ അവയെ അടിച്ചമർത്താനല്ല. നമ്മുടെ ഭരണ സംവിധാനത്തിലെ പാളിച്ചകളുടെ വ്യക്തമായ സൂചനയാണ് ഈ സംഭവത്തിലൂടെ വെളിവാകുന്നത്.